ജയ ഇത്തവണെങ്കിലും പാസ്സാവോ? ഒരു ലക്കുല്ലടി. ഇത്തവണെങ്കിലും കിട്ടിയില്ലേ ഞാൻ എന്റെ വഴി നോക്കും കേട്ടോ. നീ കോളേജിലെ പിള്ളേരെ പഠിപ്പിച്ചാൽ മതി, എന്നെ പഠിപ്പിക്കാൻ വരുന്നത് കേട്ടോ. ഓ ഞാനൊന്നും പറയുന്നില്ലേ, അല്ലെങ്കിലും ഞാൻ പറയുന്നൊന്നും കേൾക്കാറില്ല. ആ രമേശിനെത്തിയല്ലോ, അപ്പൊ ശരിയെന്നാ. ആ രമേശ, രമേശിനെന്താ അമ്പലത്തിൽ കയറാത്തെ? ഞാൻ കമ്മ്യൂണിസ്റ്റാ. ഓ കൊറേ കേട്ടിട്ടുണ്ട്. ആ ഞാൻ പോട്ടെ, ബസ്സിന് ടൈമായി. ഒരു കാര്യം ചെയ്യും, വണ്ടിയിൽ വേണമെങ്കിൽ ഇറങ്ങിയോ, ആ കോളേജിന്റെ പടിക്ക് ആക്കി തരാം. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ വണ്ടി കയറാറില്ല. എന്നാ പിന്നെ ബസ് തന്നെ വയ്ക്കും. നീ വാ. എടാ ഓ നിനക്ക് ഈ പരീക്ഷ എഴുതുന്ന അവസാനിപ്പിച്ചൂടെ? എടാ ഈ നാട്ടിൽ മൊത്തം സംസാര വിഷയം ഇതാണല്ലോ. അപ്പൊ എന്റെ സർക്കാർ ജോലിയും ഗ്രീഷ്മയും ബുള്ളറ്റും, എനിക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. എടാ അത് മാത്രമേ നിനക്ക് സ്വന്തമായിട്ടുള്ളൂ, ഈ പറഞ്ഞ ലക്ഷ്യം. എടാ നീ പറഞ്ഞ കേട്ടതൊന്നും നിനക്കെന്തോ വലിയ വീടും ബംഗ്ലാവും കാറൊക്കെ ഉണ്ടെന്ന് സ്വന്തമായിട്ട്. നീ പോടാ, ഈ ഒരു ഒറ്റ പ്രതീക്ഷയല്ല അവള് കാത്തിരിക്കുന്നത്. എനിക്ക് ഉറപ്പാ ഇത്തവണ എന്തായാലും ഞാൻ നീ പാസ്. ഈ പ്രാവശ്യം പാസ്സാവും പരീക്ഷ, സമ്മതിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് ഉത്തരം തരണം. ആ ഈ KFCയുടെ ഫുൾ ഫോം എന്താണ്? KFC? ആ KFC നമ്മുടെ അബു ദുബായിൽ നിന്ന് നമുക്ക് ചെലവ് ചെയ്തില്ലേ, ആ KFC. ഒന്ന് പോടാ അവിടുന്ന്. KFCയുടെ ഫുൾ ഫോം ഒന്നും ആരും ചോദിക്കത്തില്ല ഈ PSC പരീക്ഷയ്ക്കകത്ത്. എപ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങനത്തെ ഊള ചോദ്യം ചോദിക്കും. ആ ഇവിടെ തന്നെ ഇവിടെ തന്നെ അല്ലേ? ആ ശരിടാ എന്നാ. ആ ഓൾ ദ ബെസ്റ്റ്. തകർക്ക്. ഓക്കേടാ, വൈകുന്നേരം കാണാൻ. ഇത്തവണ ഞാൻ എന്തായാലും പാസ്സാവും. ഓ ആയിക്കോട്ടെ, ശരി. രമേശ് ഒന്ന് പെട്ടെന്ന് പോടാ. എന്താ നീ ഒന്ന് അടങ്ങ്, പോവല്ലേ? എടാ നീ ധൃതി കൂട്ടാതെ, ഇത് ബെൻസൊന്നും അല്ലല്ലോ. ശരിക്കും ഇത് എന്ത് വണ്ടിയാടാ? ഇതിലെ സ്പീഡിലൊന്നും പോവില്ല. ആ ബസ് അവിടെ നിർത്തോട്ടാ. ആണോ? ഈ ആ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കോ. ആ. അതെ അവിടെ സ്റ്റോപ്പിലുണ്ടാവും, പക്ഷെ ആ ബസ് എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. എത്തിക്കാടാ, നീ ഒന്ന് ക്ഷമിക്ക്. എന്തൊരു പോക്കിയത്. അവിടെ ഉണ്ടാവും അവള്. ആ അവിടെ ഉണ്ടാവും. രമേശ് ഒന്ന് വേഗം. എടാ ഇനി വേഗം വേഗം നോക്കാമെന്ന്. ചവിട്ടി വിട്. പോട്ടെ പോട്ടെ. ശരി പോടാ വേഗം. വാ വാ എടാ വാ. അപ്പൊ വൈകുന്നേരം ഗ്രൗണ്ടിൽ കാണാം. ഓക്കെ ഓക്കെ. വാടാ. പാഴയൊക്കെ ഒരു മാതിരിയായി. ആഹാ ഇതാര്, കൃഷ്ണനോ? ആഹാ രണ്ടാളും ജൈവ കൃഷിയിലാണല്ലോ. സർക്കാർ ജോലിയാണെങ്കിലും ഞങ്ങൾക്ക് ഇതൊക്കെയാണ് ഒരു ആശ്വാസം. 26-ാം തീയതി അവർ ഇറക്കി വിടും. ഓ റിട്ടയർമെന്റ്. ഓ എന്റെ അച്ചുവേട്ടാ, ഞാനതങ്ങ് മറന്നുപോയി. ചായ എടുക്കട്ടെ കൃഷ്ണേട്ടാ? ഇപ്പൊ വേണ്ട. മോനെന്തിയേ? ആ എന്തോ പരീക്ഷ ഉണ്ടെന്നും പറഞ്ഞു പോയതാ. ആ ഇനി ചെറുക്കനൊരു ജോലി തരപ്പെടുത്തണ്ടേ? എൻ്റെ കൃഷ്ണ, ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല, സ്വന്തം മക്കളായാലും. അതും ശരിയാ. പിന്നെ ഒക്കെ ഒരു പ്രതീക്ഷയാടോ നന്നായി വരുമെന്ന്. ആ നമ്മുടെ മക്കളല്ലേ, അങ്ങനെയല്ലേ ആഗ്രഹിക്കാൻ പറ്റൂ. ആ എല്ലാം ശരിയാകും കൊച്ചേട്ടാ. നീ കയറിയിരി, ഞാനൊന്ന് കൈയും കാലും തേച്ചെഴുതി വരാം. നീ ഇതിപ്പോ എത്തി? യെസ്റ്റർഡേ ഐ വിൽ കം. വരവിന്റെ ഉദ്ദേശം
പെണ്ണ് കെട്ടണം പോണം. ദേ, ഞാൻ വന്നിട്ടൊന്നും കൊണ്ടുവന്നിരുന്നു വേണ്ട. ഇതാ ഫുട്ബോൾ, കളർ ബോൾ. അതായത് വോളിബോളാടാ. ഗൾഫിലേക്ക് ഇതാണ് ഫുട്ബോള്. ആണോ? എടാ വാടാ, ഒരു സിസർ കട്ട് അടിക്കാം. ഗൾഫിലെ സിസർ കട്ടാണ്. ഇവനെന്ത് വട്ടോ വോളിബോൾ കൊണ്ടുവന്നിട്ട് ഫുട്ബോൾ എന്ന് പറഞ്ഞ സംശയമുണ്ട്. എടാ അവനെ നിങ്ങൾ വെച്ചു. ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളെടുത്തോ. എടാ ഞങ്ങൾക്ക് ഈ ഇത്രയും പേര് മതി. കുഴപ്പമില്ല, നിങ്ങളെടുത്തോ. നിങ്ങൾക്കൊരു ഭംഗി ആയിക്കോട്ടെ. എന്നാ പിന്നെ കോമൺ ആക്കാം. കോമണോ? ഇന്ന് ക്രിക്കറ്റ് കളിയാ. തൻ്റെ വലിയ ഫ്രണ്ട് അല്ലേ, നിങ്ങൾ തന്നെ വെച്ചോ. ഞങ്ങൾക്കൊന്നും വേണ്ട. എന്നാ പിന്നെ തോൽവി ഉറപ്പാക്കാം. എടാ പൊന്തോയ്, ഈ വരവനെങ്കിലും നിന്റെ കല്യാണം നടക്കോ? അതിന് ജയനെ കിട്ടണ്ടേ? അവനെ കൂട്ടി പെണ്ണ് കാണാൻ പോകാൻ വിചാരിച്ചിരിക്കുക. ആ പറഞ്ഞു തീർന്നില്ല, ജയനല്ലേ വന്നതേ. ജയ, ആ ഡാ പൊന്താ, നിന്നെ ഞാൻ എന്തോരം വിളിച്ച്, നീ എന്താ ഫോൺ എടുക്കാത്തത്? എക്സാം ആയിരുന്നടാ. എടാ ചെയ്യാ ഞാൻ ഇവിടെ. നീ ഒരു കാര്യം ചെയ്യും. നെയ്മറാ അങ്ങനെയൊക്കെ വിളിച്ചാലും പാസ് തരുള്ളൂ. രമേശ, പാസ് കൊടുക്കടാ. ഒന്ന് ഓടിച്ചാടി കളിക്കടാ. എടാ പൊന്താ പൊന്താ. എത്ര പ്രാവശ്യം പറഞ്ഞ ഞാൻ പോവാ. കോപ്പല അവന്റെ ഒരു അറബി എന്തോടാ? നിന്റെ ആളത്തില്ല. ലൈബ്രറിയിലേക്കായിരിക്കും. ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ വരാം. നിന്റെ ഇങ്ങനെ കളിച്ചു നടന്നോ? കളി ആരോഗ്യത്തിന് നല്ലതല്ലേ? അത് ഞാൻ കണ്ടു. ഡാ, ഒറ്റ മിനിറ്റ്. ആദ്യം എന്നാ വന്നു? ലാസ്റ്റ് ഫ്രൈഡേ. ആ പിന്നെ മലയാളമൊക്കെ അറിയോ? അവന് കേട്ടാ മനസ്സിലാവും. ദാ അങ്ങോട്ട്. അതാ അവന്മാരെടുത്തോളൂ. എങ്ങനെയുണ്ടടാ? ഏ, ആദി. നിനക്ക് ഇച്ചിരി മധുരം ഇട്ടോടെ ഇതില്. ഓസിനെ കുടിച്ചാലും കുറ്റം പറയണം കേട്ടോ. നിന്റെ കോളേജൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ ടീച്ചർ വരുന്നുണ്ടോ? നമ്മുടെ ടീച്ചറോ? കോളേജൊന്നും കുഴപ്പമില്ല, രാഷ്ട്രീയ കുഴപ്പം. അതിനല്ലേ നിന്റെ അച്ഛൻ അവിടെ തന്നെ സീറ്റ് വാങ്ങിയത്, രാഷ്ട്രീയം വളർത്താൻ. അതേടാ, അതിന് തന്നെയാ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിത്തം മാത്രം പോരാ, പിന്നെ നല്ല രാഷ്ട്രീയ ബോധം വേണം. ആ അങ്ങനെ പറഞ്ഞു കൊടുക്കാച്ചാ. നീ ഇതാ നല്ല ബെസ്റ്റ് അച്ഛന്റെ മോളും. ജയ, നീ വന്നത് എന്തായാലും നന്നായി. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. എന്തേ? നാളെ സ്റ്റഡി ക്ലാസ് ഉണ്ട്, നീ വരണം. ഞാൻ എന്തിനാ രവിയേട്ട സ്റ്റഡി ക്ലാസ്സിന് വരുന്നേ? എൻ്റെ സ്റ്റഡി ക്ലാസ് നിങ്ങളൊക്കെ അല്ലേ? രവിയേട്ടൻ പറ, മുദ്രാവാക്യം വിളിക്കണോ, പോസ്റ്റ് ഒട്ടിക്കണോ? ഞാനുണ്ട് കൂടെ. എടാ, അതല്ല വേണ്ടത്. വ്യക്തികളെ കണ്ട് ആരും രാഷ്ട്രീയത്തിൽ വരരുത്. എല്ലാ പ്രസ്ഥാനത്തിലും കാണും കുറെ നല്ല ആൾക്കാർ. അവരെ കണ്ട് കുറെ ചെറുപ്പക്കാരും വരും. എന്നിട്ടോ ആരാധിച്ച നേതാവ് അഴിമതിക്കാരനാണെന്ന് തെളിഞ്ഞാൽ അതോടെ തീരും ആ പ്രസ്ഥാനത്തുള്ള വിശ്വാസം. രവിയേട്ട, ഇനി നിങ്ങൾ വല്ല അഴിമതിക്കാരനാണോ? എടാ പോത്തെ, ഒരു വ്യക്തി മുന്നോട്ട് വെക്കുന്ന ആശയമുണ്ട്, അതിനെ വേണം പിന്തുടരാൻ. ഭാവിയിൽ ആ വ്യക്തി ഇല്ലാതായാലും ആ ആശയം അവിടെ കാണും. അതാണ് ആദർശം. ഇനി നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. സഖാവ് ലെനിന്റെ വാക്കുകൾ. റൈറ്റ് എടുത്തോ. നേരെ പോട്ടെ. ഇത് തന്നെയല്ലേ? ഇത് തന്നെയാണ് വഴി. ഇത് ഏതാണ്ടല്ല സെറ്റാണ്. 10-ൽ 7 പൊരുത്തം, നല്ല ജോലി, സൗന്ദര്യം. അതിന് നീ കുട്ടികളുണ്ടോ? ഇല്ല, അങ്ങനെയൊക്കെ ആകണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും തിരഞ്ഞെടുക്കാൻ എനിക്ക് വയ്യ. സൗന്ദര്യത്തിൽ കുറഞ്ഞാലും വേണ്ടില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട അപ്പ കല്യാണം. എന്റെ കല്യാണ മുടക്കൽക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. ഈ കല്യാണ മുടക്കൽ കൊണ്ട് ഞാൻ തോറ്റ്. അതിന് നിനക്ക് വീടറിയോ? ഇല്ല. നമുക്ക് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാലോ? ആരോടും ചോദിക്കണ്ട, ഒക്കെ കല്യാണ മുടക്കികളാ. നമുക്ക് അവിടെ ചെല്ലാം. ഏകദേശം ഇത് തന്നെ എന്റെ വഴി. ആ ഒരു മിനിറ്റ് ചേട്ടാ, വണ്ടി നിർത്തി. ചേട്ടാ, ഈ സദാശിവന്റെ വീട്? സദാശിവന്റെ. ഇവിടങ്ങളിൽ 2 സദാശിവന്മാരുണ്ട്, അതിലൊരുത്തൻ ഞാനാ. നിങ്ങൾ ഇവിടുന്ന?
ഞങ്ങൾ ഈ കുട്ടിയെ കാണാൻ. അയ്യോ, ഞാൻ നിങ്ങളെ നോക്കിയിരിക്കായിരുന്നു. വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇറങ്ങ് ഇറങ്ങ് ഇറങ്ങ്. ഓക്കെ വന്നട്ടെ വന്നട്ടെ. ശരി. ആ വാങ്ങേ. ആ വാവാ. ആരെങ്കിലും ചോദിച്ചാൽ നീ ഡ്രൈവറാന്ന് പറഞ്ഞാൽ മതി. ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ആ കേറി വാ. രണ്ടുപേരും അവിടെ പോയി, ഞാൻ ഉടനെ വരാം. വീടൊക്കെ കൊള്ളാല്ലേ? എന്തായാലും നിന്റെ വീടിനേക്കാളും കൊള്ളാം. എന്താ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷങ്ങള് ഇളയ പെങ്ങളെ കഴിഞ്ഞ ആഴ്ച ഒരു നാറോട് വിളിച്ചോടി പോയി. അവൻ ഞങ്ങളുടെ ജാതിയല്ല. പിന്നെ അമ്മക്ക് ചിക്കൻ ബോക്സ്, അച്ഛനും മഞ്ഞപ്പിത്തോ. ഡോക്ടർ പറഞ്ഞിട്ട് കുടിക്കരുതെന്ന്. പക്ഷെ മൂപ്പര് ഒന്നും നല്ല കുടിയാ. എന്റെ വയറ്റിലൊക്കെ ഇന്നലെ മാറിയത്. പിന്നെ കാര്യങ്ങളൊക്കെ പറയണ്ടേ? ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പോകുമ്പം കൊണ്ടുപോകാൻ. കൊണ്ടുപോണ്ട, ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചോളാം. കണ്ടാലേ തമാശക്കാരനാണെന്നറിയാം. കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാമല്ലോ. ആയിക്കോട്ടെ. ഓ അല്ല, കുട്ടി അകത്തുണ്ട്, ഞാനിപ്പോ കൊണ്ടുവരാം. ലതേ. ലത, നല്ല പേരല്ലേ? ഓരോരോ ആചാരങ്ങളെ ഇപ്പൊ ഈ പെണ്ണുകൾ സ്റ്റൈലൊക്കെ മാറി. പലഹാരങ്ങളൊക്കെ നേരെ വീട്ടിലേക്കാ. പൊന്താ, നിനക്ക് ഏറ്റവും ബെസ്റ്റ് അമ്മായിപ്പിന്നായിട്ടാ കിട്ടിയേക്കുന്നേ. ബെസ്റ്റ്. ഇതാരാ വന്നിരിക്കുന്നറിയോ? എന്റെ അച്ഛന്റെ കൂട്ടുകാരാ. ആള് നല്ല ഉറക്കത്തിലായിരുന്നു. ദേ, ഇതാ കുട്ടി. കഴുത്തുറച്ചിട്ടില്ല, സൂക്ഷിച്ചു പിടിച്ചോണം. അല്ല, ഇന്നലെ ആ മോൻ വിളിച്ചു പറഞ്ഞത് ദുബായിൽ നിന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്നുള്ള സാധനങ്ങളെല്ലാം പൊതിഞ്ഞു കെട്ടി വെക്കണമെന്ന്. ദേ, ചമ്മന്തിപ്പൊടി ഒരു കിലോയേ ഉള്ളൂ, അത് മതിയോ? അല്ല, ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച്. അതെ, ഇങ്ങനെ അത് തന്നെയല്ല, ചിലപ്പോ മുള്ളിയൊന്നും ഇരിക്കും. ലതേ, ആ സാധനങ്ങൾ ഇങ്ങെടുത്തു. അത് ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് കൊടുത്തു. പിന്നെ എല്ലാരും വിനുവേട്ടന്റെ അതേ ചായയാണെന്നാ പറയുന്നത്. ഇതവന്റെ അച്ഛന്റെ ചായ ഒന്നും അല്ല. മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, എന്നാലും ഇരിക്കട്ടെ. എങ്ങനെയാ കൊണ്ടുപോകുന്നത്? ഇത്രയുണ്ടെന്ന് പറഞ്ഞാ ഞങ്ങൾ ഒരു ലോറി വിളിച്ചേനെ. അപ്പൊ ശരി, എന്നാ കാണാം. എന്നാ ശരി കേട്ടാ. സൂക്ഷിച്ചു സൂക്ഷിച്ചു. ഷൂസ് ഇട്ടാക്കട്ടെ. എനിക്കിങ്ങോട്ട് വരാൻ തന്നെ പേടിയാ. ചേച്ചി പേടിക്കാതെ. പിന്നെ ഞങ്ങളൊക്കെ SFI കാരാന്ന് പറഞ്ഞു നടക്കുന്ന എന്തിനാ? ഈ 4 പേരെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാനാ? ചേച്ചി നോക്കിക്കോ. അതെ, അതൊക്കെ ശരി. പക്ഷെ പിള്ളേരുടെ മുന്നിൽ വെച്ച് എന്നെ ചേച്ചിന്ന് വിളിക്കരുത്. ഓ ശരി. എടി വേണ്ടേ, നീ പാട്ടുണ്ടാക്കില്ല അന്നേ പറഞ്ഞ. നീ കണ്ടോ, അടുത്ത ഇലക്ഷൻ ഇവിടെ 2 പാർട്ടി ഉണ്ടാവുള്ളൂ. ഒന്ന് SFIയും മറ്റൊന്ന് പോലീസും. അതിൽ പിന്നെ ഞങ്ങൾ തമ്മിലാവും പോരാട്ടം. നീയും നിന്റെ പാർട്ടിയുടെ പേരിന് പോലും ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടാക്കല്ലേ? വാശ്രുതി, നമ്മുടെ രാഘവേട്ടനെ കുറിച്ച് പ്രത്യേകിച്ചൊരു മുഖവരിയുടെ ആവശ്യമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വിത്തുപാകിയവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഒരാൾ, ചേവൂർ വിപ്ലവ നായകൻ. ഇവിടം വരെ വന്നൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കാട്ടാതെ ഓടി വന്ന ആളാണ് രാഘവേട്ടൻ. നമ്മളോട് സംസാരിക്കാൻ രാഘവേട്ടനെ ഞാൻ ക്ഷണിക്കും. നിങ്ങളെയൊക്കെ കണ്ടതിൽ വലിയ സന്തോഷം. കുറേ കാലമായി എന്തെങ്കിലുമൊക്കെ പരിപാടി പങ്കെടുത്തിട്ട്. ഇന്ന് നമ്മുടെ പാർട്ടി ഒരു പ്രസ്ഥാനമാണ്. ഭരണമൊക്കെ പലതവണ കിട്ടി. കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയാൻ ആർക്കും ഭയമില്ല. 15ാമത്തെ വയസ്സിലാ ആദ്യമായിട്ട് കൊടി പിടിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ രാജ്യത്ത് മൊത്തം നിരോധിച്ചു. അടിയന്തരമായി ഒളിവിൽ പോണമെന്ന് ഗോപിയേട്ടന്റെ കത്ത്. ഞാനും നളിനിയും തമ്മിലുള്ള കല്യാണത്തിന്റെ അന്ന് കത്ത് കിട്ടുന്നത്.
വായിച്ചപ്പോൾ പറയാ പാർട്ടിക്ക് ഞങ്ങളാ വേണ്ടത്, പൊയ്ക്കോളി, ഒരിക്കലും പിടികൊടുക്കരുതെന്ന്. പിന്നെ ഒളിവ് ജീവിതം. നിങ്ങൾ തോപ്പിൽ ബാസിന്റെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിരിക്കണ? അതായിരുന്നു അതിന്റെ നേർക്കാഴ്ച. പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ പിടിച്ചു നിർത്തിയത് ഓള. ഓളോടുള്ള എന്റെ പ്രണയമ. ഇടയ്ക്ക് ഓരോരോ കത്ത് വരും. സഖാവേ, നീ പൂക്കുന്നിടത്താണ് വസന്തം. ചുവന്ന വസന്തത്തിനായി കാത്തിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് എഴുതും. അതായിരുന്നു എന്റെ പ്രാണവായു. നളിനി, നിന്റെ പ്രണയം ചുവന്നിരിക്കുന്നു. ഞാനൊക്കെ ഗൾഫിൽ പോകുമ്പോ വീട്ടുകാരെ അച്ചാറുപോലും തന്നു വിടില്ല. ഇതെന്തൊക്കെ ഇത്? ഞാൻ മര്യാദക്ക് പറഞ്ഞാണ് പാതി സാധനം എടുത്ത് വെക്കാന്ന്. ചക്കവർത്തിനൊക്കെ പൊന്നിന്റെ വലിയ കിട്ടുപ്പാ. ലീവിന് വന്നിട്ട് പെണ്ണ് ശരിയാകാതെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരുത്തന്റെ അവസ്ഥ പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവൂല. അതൊക്കെ നീ കല്യാണം മുടക്കുമ്പോ ആലോചിക്കണമായിരുന്നു. എടാ, പൊട്ടനെ ചെട്ടി ചതിച്ചാലേ ചെട്ടിനെ ദൈവം ചതിക്കുന്ന ഒരു ചൊല്ലുണ്ട്. അത് സത്യമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എടാ, നിന്റെ കാര്യത്തിൽ ആ സത്യം ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കി. ഓ എന്റെ പൊന്നെ, ദേ കല്യാണം മുടക്കാത്തൊരു വ്യക്തി. ഞാനോ? ഇവനെന്താ? എന്റെ പെങ്ങൾ വിളിച്ചോടിപ്പോ ഈ നാറി പറഞ്ഞെന്താന്നറിയാമോ? ചെലവ് വേണമെന്ന്. ചേടാ, അത് അന്നത്തെ നിന്റെ കഷ്ടപ്പാട് കൊണ്ട് പറഞ്ഞു പോയതല്ലേടാ. അന്ന് നിന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ നിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നടാ. ഓ, എന്തൊരു സ്നേഹം. നീ നിന്റെ അച്ഛന്റെ സെന്റ് ഓഫിന് വാങ്ങി ശരിയായില്ലട്ടാ. നിനക്ക് ആകെ കൂടി ഒരു അച്ഛനല്ലേ ഉള്ളൂ. എടാ, നമുക്ക് എല്ലാവർക്കും ഓരോ അച്ഛനല്ലേ ഉള്ളൂ. കഷ്ണം നീ ഒന്നും മിണ്ടായി. അല്ല, നിനക്കിപ്പോ എന്താ വേണ്ടത്? എടാ, നിന്റെ അച്ഛനൊരു പാവമായതുകൊണ്ടാണ് 4 നേരം വെട്ടി വിഴുങ്ങാൻ അയാൾ തന്നത്. നീ എന്നോട് ഗൾഫിലേക്ക് വാ. ഞാൻ ഏതായാലും പെണ്ണുകളിലേക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഒരു അറബിച്ചിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാം. എടാ പൊന്തോയ്, നീ അടുത്ത പ്രാവശ്യം വരുമ്പോ എനിക്ക് മറ്റേ സ്പ്രേ കൊണ്ട് തന്നെ കേട്ടോ. എന്ത് സ്പ്രേ? കുറെ നേരം നിക്കണതേ. ഒന്ന് പോയോടു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എനിക്ക് മറ്റേ എണ്ണ തന്നിട്ട് പോകണം കേട്ടോ. എന്തെണ്ണ? മറ്റേ എണ്ണയില്ലേ? എടാ, ആ എണ്ണയില്ലേ? അതെ. ഓ, ഇനിയിപ്പോ അതും പറഞ്ഞു തന്നെ. മറ്റേ വളരണതേ, മുടി വളരാനാണ്. ആ അത് തന്നെ. അമ്മേ, അമ്മേ, കഥ തുറക്ക്. പ്രക്ഷോഭം കാലങ്ങളായി നിലനിന്നു വരുന്ന സ്ത്രീ ചൂഷണത്തിനെതിരെയുള്ള തുറന്നുകാട്ടലാണ്. പൊതുജന താൽപര്യാർത്ഥം നടത്തുന്ന ഇത്തരം പരിപാടികൾ നിഷ്പക്ഷമായി ജനപങ്കാളിത്തത്തോടെ നാം ഓരോരുത്തരും നെഞ്ചിലേറ്റേണ്ടതാണ്.